അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കു മേലുള്ള താലിബാന്റെ ക്രൂരമായ കടന്നുകയറ്റം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. 2021 സെക്കൻഡറി സ്കൂളുകളിലേക്കുള്ള പെൺകുട്ടികളുടെ പ്രവേശനം നിരോധിക്കുകയും ജോലിയിലേക്ക് സ്ത്രീകൾക്കുള്ള പ്രവേശനത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പോരാഞ്ഞ് ഇപ്പോഴിതാ നഴ്സിംഗ് കോഴ്സുകളിൽ ചേരുന്നതിൽ നിന്നും സ്ത്രീകളെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് താലിബാൻ. ഈ നിയന്ത്രണങ്ങളെല്ലാം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. ഞങ്ങളെ പിരിച്ചുവിടല്ലേ എന്ന് പറഞ്ഞു കരയുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ ദുഃഖകരമായ ദൃശ്യങ്ങൾ ഈ അവസ്ഥയുടെ തീവ്രത വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്ക് സ്വന്തം ശബ്ദമുയർത്താനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ പഠിക്കാനോ ജോലി ചെയ്യാനോ അനുവാദമില്ലാത്ത ഒരു സമൂഹമായി അഫ്ഗാനിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്നു. تظاهرات امروزی ما به خاطر دادخواهی به خاطر تمامی دخترای افغانستان که امروز متاسفانه دروازه‌های مکاتب برایشان بسته شده و امروز از طرف امارت اسلامی باز هم تمامی دخترای افغانستان که به دروازه‌های مکاتبشان رفته بودند امروز دروازه‌ها برشان بسته میشه. امروز برشان گفته میشه که دخترای افغانستان حق تحصیل حق کار حق آزادی را ندارند. ആരോഗ്യ മേഖല കടുത്ത വെല്ലുവിളികൾ നേരിടുന്നതിനിടെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കു മേലുള്ള ഇത്തരം നിരോധനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. നഴ്സിംഗ് കോഴ്സുകളിൽ നിന്ന് സ്ത്രീകൾക്ക് നിരോധനം ഏർപ്പെടുത്താനാണ് താലിബാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. താലിബാൻ പരമോന്നത നേതാവിന്റെ ഉത്തരവിനെ തുടർന്നാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി മുതൽ സ്ത്രീകൾ നഴ്സിംഗ് ക്ലാസുകളിലേക്ക് വരേണ്ടതില്ലെന്ന് ഈ മേഖലയിലുള്ള വിവിധ സ്ഥാപനങ്ങൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിയിപ്പ് നൽകിയെങ്കിലും താലിബാൻ സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ലെന്ന് ഇവിടെ നിന്നും പരിശീലനം നേടുന്ന സ്ത്രീകൾ പറയുന്നു. فعلا په افغانستان کې جنکیان تعلیم نشي کولای، مکتبونو ته نشي تللی، پوهنتونونو ته نشي تللی. نو واحده لاره چې د فعلا د زده کړو لپاره موږ لپاره یو واحده لاره همدا ده چې سکالرشپ ته اپلای وکړو یا بورسیو ته او بهر ملکونو کې زده کړو ته ادامه ورکړو. طبعا د هر چا لپاره د خوشحالۍ احساس دی، ځکه 12 کاله یو کس چې درس وایي نو په دې امید وایي چې زه به مخکې هم زما نور به هم زه تعلیم کوم، مګر د دې امید سره ومونږه خو بدبختانه چې مکتبونه او پوهنتونونه بند شو، موږ ونشو کولی خپل تعلیم ته نور ادامه ورکړو. نو دا واحده لاره وه ما دپاره او زه ډېره زیاته خوشحاله وم، ځکه چې په خپل لیاقت سره کامیابه شوې وم. خواري مې ورته ایستلې وه، درس مې ورته ډېر زیات ویلی و او خو بدبختانه ونشو کولی چې موږ لاړ شو. രാജ്യത്ത് പ്രൊഫഷണൽ മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ എണ്ണം കുറവായതിനാൽ പുതിയ നിരോധനം നിലവിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ആരോഗ്യ മന്ത്രാലയത്തിലെ 2 ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി ഈ നിരോധനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 17,000-ത്തിലധികം യുവതികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇവിടെ മെഡിക്കൽ പരിശീലനം നടത്തിവരുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് താലിബാൻ സർക്കാർ നിർദ്ദേശം നൽകിയതായാണ് നടത്തിപ്പുകാർ പറയുന്നത്. വിദ്യാഭ്യാസം, ജോലി, സ്വാതന്ത്ര്യം എന്നിവയിൽ നിന്ന് സ്ത്രീകളെ പൂർണ്ണമായും അകറ്റി നിർത്തുന്ന പ്രവണതയാണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത്. സ്ത്രീകളെ ചികിത്സിക്കാൻ പുരുഷ ഡോക്ടർമാർക്ക് അനുവാദമില്ല എന്ന ഒറ്റ കാരണത്താലാണ് ഈ മേഖലയിൽ മാത്രം സ്ത്രീകൾക്ക് ഇത്രയും ഇളവ് ലഭിച്ചിരുന്നത്. സ്വാതന്ത്ര്യത്തിനുമേലുള്ള താലിബാന്റെ ഈ കടന്നുകയറ്റങ്ങൾ എന്നെങ്കിലും അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ഓരോ സ്ത്രീകളും.